ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗൾഫ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻവീറും നിസാറും ഗീതുവാണ് ഇന്ന് 360 റേഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. സൈബർ ലോകത്തെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും നമ്മൾ ഓൺലൈൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ തന്നെ തട്ടിപ്പും ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലുള്ള പോലെ തന്നെ അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും സോഷ്യൽ സ്പേസിലേക്കും ഓൺലൈൻ സ്പേസിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ചില തട്ടിപ്പാണെന്ന് നമ്മൾ വളരെ വൈകിട്ടാണ് തിരിച്ചറിയുന്നത്. പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്, പ്രത്യേകിച്ച് AI ഒക്കെ സഹായത്തോടു കൂടി. അപ്പോൾ അത്തരത്തിൽ വരുന്ന തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു മീഡിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുള്ളത്. അപ്പോൾ ഗീതുവിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. തട്ടിപ്പിന്റെ ഇഷ്ടം പോലെ കോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവയിലാണെങ്കിൽ നാട്ടിൽ പക്ഷെ അങ്ങനെ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇവിടുത്തെ തട്ടിപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ട്. നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് OTP ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ. എനിക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കാർഡ് ബ്ലോക്ക് ആവുന്നത്? മനസ്സിലായി, കാരണം നമ്മളിങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ATM അക്കൗണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല, നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും അറിയുന്നവരാണോ? അപ്പോൾ UAE സെൻട്രൽ ബാങ്കിൽ നിന്നാണ് എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കാർഡ് എടുക്കുക, കാർഡ് നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേഴ്സ് എടുത്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് മോൻ്റെ ഗെയിമിൻ്റെ മറ്റേ ആൻറ്റിക്സ് ലാൻഡ് അഡ്വഞ്ചർ വേൾഡിൻ്റെ ഒക്കെ കാർഡായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ആ നമ്പർ എനിക്ക് വായി തോന്നിയത് പറഞ്ഞു. അപ്പോൾ ഇതല്ല, മറ്റേ നമ്പർ, അതിൻ്റെ അപ്പുറമുള്ള നമ്പർ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ശരി 367 എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എടുത്തിട്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫ്രോഡാണെന്ന് എനിക്കറിയാം, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, ഞാൻ ഇൻഫോം ചെയ്യും പോലീസിനെ എന്ന് പറഞ്ഞപ്പോൾ കട്ട് ചെയ്തിട്ട് അതങ്ങനെ. അതുപോലെ പിന്നെ വേറെ ഇതുപോലെ ATM കാർഡല്ല, ഡെലിവറി ബ്ലോക്ക് ആയിട്ടുണ്ട്, എമിറേറ്റ്സ് പോസ്റ്റിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിലൊക്കെ പറ്റാണ്ട് ഞാൻ അങ്ങോട്ട് പോയി തട്ടിപ്പിന് ഇരയായി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വേറൊരു വാസ്തവം. നമ്മളിങ്ങനെ ഞാനല്ല, അത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പ്രതി. നമ്മളിങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു KFCയിൽ ഭയങ്കര ഓഫർ, ഹാഫ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും ബക്കറ്റ് ചിക്കൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ഞാനതൊന്നും അപ്പം ഞാൻ എൻ്റെ മനസ്സിലെ ആപ്പ് വഴി എന്നുള്ളതൊന്നും പോയില്ല. ഞാൻ ലിങ്ക് എടുത്തു, അടുത്ത് ഓപ്പൺ ആക്കി, അത് കഴിഞ്ഞിട്ട് കാർഡ് നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദൈവമേ, ഇത് ഞാൻ ഏത് ലിങ്കിലാണ് പോയി ക്ലിക്ക് ചെയ്തത്, കാർഡ് നമ്പർ കൊടുത്തല്ലോ എന്ന്. അത് പോയി. അപ്പം തന്നെ ബാങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോയില്ല, പൈസ പോയില്ല. ഏതോ വെബ്സൈറ്റിന്റെ ഫേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ KFCയിൽ ഓർഡർ ചെയ്ത പലർക്കും ഇങ്ങനെ പൈസ പോയി. അങ്ങനെ പിന്നെ അപ്പം തന്നെ തിരിച്ചറിവ് അപ്പം ഉണ്ടായതുകൊണ്ട് വിളിച്ചിട്ട് വേഗം തന്നെ കാർഡ് ബാങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് വേറെ കാർഡ് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടി. എനിക്ക് 3-4 എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് നാട്ടിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് കുറേ മുൻപാണ്, ഒരു 2009 ആ കാലഘട്ടത്തിലൊക്കെ, +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് പിന്നെ എനിക്ക് ഒരാൾ വിളിക്കുന്നു, തന്നെ മെസ്സേജ് അയക്കുന്നു, മെസ്സേജാണെന്ന്. എന്നിട്ട് പറഞ്ഞു ഇമെയിലിലേക്ക് എനിക്കൊരു കോൾ വരുന്നു, നിങ്ങൾക്ക് UK ഏതോ ഒരാളുടെ മരിച്ചുപോയതിൻ്റെ സമ്പാദ്യത്തിൻ്റെ എന്തോ സമ്മാനം നിങ്ങൾക്ക് വരുന്നുണ്ട്, എത്രയോ 7 കഴിഞ്ഞിട്ട് കുറേ പൂജ്യങ്ങളൊക്കെ ഉള്ള, അതായത് ഒരു 7-8 അക്കങ്ങളിലൊരു നമ്പറിൽ സമ്മാനമാണ് കിട്ടുന്നത്. പിന്നെ ഒരു മൊബൈൽ ഫോണ്, പിന്നെ എന്തൊക്കെയോ കുറേ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒരുപാട് എനിക്ക് എൻ്റെ പേരിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് കൊടുത്തു, പിന്നെ എൻ്റെ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു, അങ്ങനെ എല്ലാം കൊടുത്തു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിലുള്ള ID കാർഡ് വോട്ടേഴ്സ് ID ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽ, അതായത് എൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ID കാർഡ് ഡീറ്റെയിൽസും കൊടുത്തു. സന്തോഷത്തിലല്ലേ? അപ്പം പക്ഷെ അന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഓൺലൈൻ ഫ്രോഡിനെ കുറിച്ചിട്ട്. അപ്പം നമുക്കറിയാം, ഇത് ചെറിയൊരു സംശയം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഫോൺ വിളിക്കുന്നു. ഞാൻ മുംബൈ എയർപോർട്ടിലാണുള്ളത്, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, അപ്പം ഈ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഒരു 5000-10,000 രൂപ വേണം, അത് ഇട്ട് തന്നാൽ തരാമെന്ന് പറഞ്ഞു. ആ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീട്ടിലെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വെച്ചു. പറഞ്ഞു iPhone ഉണ്ട്, ഇതുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ആ സമയമാണല്ലോ, 10 വയസ്സല്ലാതെ നിൽക്കുന്ന സമയം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ iPhone വിറ്റോളൂ, അവിടെ തന്നെ കൊടുത്തിട്ട് അതിൻ്റെ ക്യാഷ് എടുത്തിട്ട് ഫോൺ കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ വണ്ടി ചിലവിനും വെച്ചോളൂ എന്ന് പറഞ്ഞു. നമുക്ക്
അറിയാവുന്ന മുറി ഇംഗ്ലീഷിലൊക്കെയാണ് ഇത് പറഞ്ഞ് ഒപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അല്ല നോ അത് ഞങ്ങൾക്ക് പറ്റില്ല, മറ്റേ ഇതാണെന്നൊക്കെ പറഞ്ഞു. അല്ല ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ എടുത്തോളൂ, ദാറ്റ്സ് മൈ, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്, നിങ്ങളത് എടുത്തോളൂ, എനിക്ക് ബാക്കിയുള്ള പൈസ മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു. പിന്നെ ശതമാനം കിട്ടിയിരുന്നെങ്കിലല്ലേ കൊടിശി ഞാനിവിടെ നിന്ന് വന്നിരിക്കില്ലായിരുന്നു. രണ്ടാമത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് രണ്ടാമത് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ UAE വന്നിട്ടുണ്ടായിരുന്നു. UAE രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് ഇതുപോലെ ഒരു വിളിച്ചൊരു സംഭവമുണ്ട്. എന്നെ വിളിച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, 1-2 കോളുകളുണ്ട്. ഒരു തവണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ദുബായ് പോലീസ് നിന്നാണ് വിളിക്കുന്നത്, പിന്നെ നിങ്ങളുടെ എന്തോ ഒരു എമിറേറ്റ്സ് സൈഡിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങളുടെ ആ എമിറേറ്റ്സ് സൈഡ് ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എമിറേറ്റ്സ് സൈഡിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്തോ ഒരു ടെക്നിക്കൽ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളുടെ പേരിൽ ഒരു കേസ് കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, എൻ്റെ മുദീർ വർക്ക് ചെയ്യുന്നത് ഞാൻ ദുബായ് പോലീസിലാണുള്ളത്, ഞാൻ പുള്ളിയോടൊന്ന് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മുദീർ വർക്ക് ചെയ്യുന്നത് ദുബായ് പോലീസിലാണ്, സോ ഐ ഹാഡ് ഡിസ്കസ് വിത്ത് ഹിം ആൻഡ് ഐ കോൺടാക്ട് യു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും പുള്ളി ഫോൺ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ ഏതൊരു നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നമ്പറിൽ ഞാൻ ഇതൊരു ഫോൺ ഇതെടുത്തിട്ടില്ലല്ലോ, ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ക്ലോസ് ആണെന്ന് ചോദിച്ചു. അതിന് അതും പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര ഭീഷണിയൊക്കെ ആയിരുന്നു, ഇതുപോലെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഭീഷണിയൊക്കെ ആയിരുന്നു. ഞാനന്ന് ഈ കാർഡ് നമ്പർ കൊടുത്തപ്പോഴും എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി, ഇതല്ല നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ പോയി. പിന്നെയാണ് രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് ഇതുപോലെ സ്കാമേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കും. ആദ്യം വാട്സപ്പിലാണ് മെസ്സേജ് അയക്കും. തട്ടിച്ച് പണമുണ്ടാക്കുന്ന തട്ടിപ്പുകാരനാണ് ഈ ഇരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഇവരെന്നെ മെസ്സേജ് അയച്ചിട്ട് പറയും, പിന്നെ നിങ്ങളൊരു ടെലഗ്രാം ഗ്രൂപ്പിൽ ആദ്യം പറയും, യൂട്യൂബിൽ നിങ്ങൾ ലൈക്കും ഇത് ചെയ്യണം, അതുപോലെ തന്നെ പിന്നെ എന്താ ലൊക്കേഷനിൽ റേറ്റിംഗ് കൊടുക്കണം, ഗൂഗിൾ മാപ്പിൽ റേറ്റിംഗ് കൊടുക്കണം. ഈ 2 സാധനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറയും. ഓക്കെ, സന്തോഷമാണല്ലോ നമുക്ക് റേറ്റിംഗ് കൊടുക്കുന്നതിനും ഗൂഗിൾ ലൈക്ക് ചെയ്യുന്നതിനും പൈസ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ലിങ്ക് അയച്ചു തരും, യൂട്യൂബിലേക്ക് ഫോണിലേക്ക് അയച്ചു തരും. നമ്മളത് പോയിട്ട് ഞെക്കും. അതായത് ഞാൻ അത് എപ്പോഴും ചെയ്യുന്നത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ നിന്നാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മൊബൈലിൽ ഈ ലിങ്കുകളിൽ പലപ്പോഴും അബദ്ധങ്ങൾ ഒളിച്ച് കിടക്കുന്നുണ്ട്. കാരണം ചില ലിങ്കുകളിൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് ചില സൈറ്റുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെക്കുന്ന സമയത്ത് അവരുടെ സൈറ്റുകളിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ പോകുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻ്റെ സിസ്റ്റത്തിൽ നിന്നാണ്, ബാങ്കുമായി കണക്ട് ചെയ്യാത്ത സിസ്റ്റവുമായിട്ടാണ് ഇത് കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ലൈക്ക് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കും. അപ്പോൾ അവർ പറയും ഇത് ഫോണിൽ വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ട് അതിന് ലിങ്ക് അയച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് പിന്നെ എനിക്കിപ്പോൾ ഏകദേശം ഒരു 200-300 ദിർഹത്തിനടുത്ത് കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ ഒരു അക്കൗണ്ടിൽ മൈനസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ സംഭവം കൊണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലെനിക്ക് 2500 രൂപയുടെ അടുത്തും സെയിം രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു സ്കാമേഴ്സായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. തൻവീറിൻ്റെയോ? അല്ല, എനിക്ക് കുറേ കാലം മുമ്പ് വരെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ പരമദരിദ്രനാണോ, എനിക്ക് ഈ കോൾസ് ഒന്നും വരാറില്ല, എനിക്ക് വളരെ കുറവായിരുന്നു. വളരെ കുറവെന്നല്ല, തീരെ ഉണ്ടായിരുന്നില്ല കുറേ കാലം ഞാൻ അവിടെ വന്നിട്ട്. കാരണം ഇവിടുന്ന് എല്ലാവരും പറഞ്ഞേക്കും, ഇപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ എല്ലാവരും ഇരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അവർ വിളിച്ച കഥയും വാർത്തയിലൊക്കെ കാണുമ്പോൾ എന്നെ ആരും വിളിക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് റിയ സജസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കപ്പോൾ എൻ്റെ വാട്സപ്പ് ഞാൻ കീപ്പ് ചെയ്ത് നാട്ടിലെ നമ്പറാണ്, UAE നമ്പർ കോൾ മാത്രമായിരുന്നു, എനിക്ക് വാട്സപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ബിസിനസ് വാട്സപ്പ് എന്നിട്ട് അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആ നമ്പർ അങ്ങനെ യൂസ് ചെയ്തു. പക്ഷെ നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ പോലെ UAE നമ്പറിൽ വാട്സപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് ഇത്തരത്തിൽ കുറേ മെസ്സേജസ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. അതെന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ഇവിടുന്ന് ആളുകൾ കൂടുതൽ ഇവിടെയുള്ള ആളുകളായിരിക്കും അവർ നോക്കുന്നുണ്ടാവും, അപ്പോഴായിരിക്കും എൻ്റെ നമ്പർ. അത് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വന്ന ടൈപ്പ് തന്നെയാണ്. എനിക്ക് ഇടയ്ക്ക് എന്തോ എമിറേറ്റ്സ് ID നമ്പർ ചോദിച്ചിട്ടുള്ള ചില സാധനങ്ങളാണ് വന്നത്. അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷേ ഈ ചില സാധനങ്ങൾ ഭയങ്കര അത്ഭുതമാണ്, ഇവരെങ്ങനെയാണ് നമ്മളെ ട്രാക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ, അവനൊരു ഡെലിവറി എന്തോ വരാനിരിക്കുന്നൊരു സമയത്താണ്, പോസ്റ്റലിൽ നിന്ന് എന്തോ ഒരു സംഭവം അവന് വരാനുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നോ നാളെ അവനൊരു ഇത് വരും. ആ മൊമെൻറ്റിലാണ് ഈ ഫേക്ക് ലിങ്ക് വരുന്നത്. അങ്ങനെ അവനൊരു 10-400 ദിർഹംസ് എങ്ങാണ്ട് അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അവന് ഇതേപോലെ വാട്സപ്പിലാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത്, കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡെലിവറി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, ഒന്ന് കാർഡ് നമ്പർ വേണം. അപ്പോൾ ഒബ്വിയസ്ലി അവൻ പ്രതീക്ഷിക്കുന്ന ഡെലിവറിയാണ്, കൃത്യസമയം. അപ്പോൾ അവർ അതേ പ്രോഡക്റ്റൊക്കെയാണ് അവർ പറയുന്നത്, ഈ സാധനം അവിടെ വന്ന് കിടക്കേണ്ടത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇവർ ട്രാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം.
ഇങ്ങനെ വീഡിയോ കോൾ ഉൾപ്പെടെയുള്ള രീതിയിലൊക്കെ വരും നമ്മൾ ഒരു കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞു നിർത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഞാൻ ഈ ക്യാഷ് എനിക്ക് കിട്ടിയെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത്. പക്ഷെ നമ്മൾ നിർത്തേണ്ട ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആദ്യം അവർ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നമ്മളെ ആഡ് ചെയ്യും. എന്നിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ 1 2 3 4 ടാസ്ക് കഴിയുമ്പോഴാണ് ആദ്യത്തെ 25 ദിർഹം നമുക്ക് തരിക. പിന്നെ രണ്ടാമത്തെ ടാസ്ക് കഴിയുമ്പോഴേക്ക് പിന്നെ ഒരു അവരുടെ എക്സ്ട്രാ പൈസ കുറച്ച് അങ്ങോട്ട് ഇടാൻ പറയും. ആ സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ അതായത് ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നൈസായിട്ട് സൈലൻസ് പിടിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ 3ാമത്തെ തവണ ഒരു 100 ദിർഹത്തിൻ്റെ അടുത്ത് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങൾ ഇനി പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ നിർത്തണം. അല്ലാത്ത പക്ഷം നമ്മൾ അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു തവണയ്ക്ക് കിട്ടും തോന്നുന്നുണ്ട്. പിന്നീട് അത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഇതിൽ പോകും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാർ കളിക്കുന്ന തീക്കളിക്ക് ആരും പോകാതിരിക്കുന്ന കേട്ടോ നല്ലത്. അതെ, നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ആ സമയത്ത് നമുക്ക് എത്രയാണോ ആ ഒരു രീതി വേണ്ടത് അത് നിർത്തണം. അതുപോലെ തന്നെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് സ്ഥിരം യൂസ് അല്ല മതി. സ്വന്തം ബാങ്ക് അക്കൗണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് കൊടുക്കാതിരിക്കുക. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മിനിമം ബാലൻസ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അല്ലാതെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ കമ്പനി ഉത്തരവാദിത്തമല്ല, സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല കേട്ടോ. നമ്മളിപ്പം തമാശയൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും ലോകത്ത് 1 ട്രില്യൺ ആണ് 2023-24 കാലഘട്ടത്തിലൊക്കെ 1.02 ട്രില്യൺ ആണ് ലോകത്താകമാനം ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഓൺലൈൻ തട്ടിപ്പുകൾ 1 ട്രില്യൺ എന്ന് പറയുമ്പോൾ 1 ട്രില്യൺ എന്നല്ല നമ്മൾ വിചാരിക്കും. പക്ഷേ എൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ ആണ് 1 ട്രില്യൺ എന്ന് പറയുന്നത്. 1 ബില്യൺ ഈസ് ഈക്വൽ ടു 8400 crores ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ 8400 കോടി രൂപ. ഈ 8400 പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം പാകിസ്ഥാൻ ഈ അടുത്ത് വേൾഡ് IMF പൈസ കൊടുത്തൊരു കണക്കിലെന്ന് പറഞ്ഞാൽ 1 ബില്യൺ ആണ് കൊടുത്തിരുന്നത്. അന്ന് 8400 പറയുന്നത്. പെട്ടെന്ന് എൻ്റെ സ്ട്രൈക്ക് ചെയ്ത്. അപ്പോൾ 1000 ബില്യൺ എന്ന് പറയുന്ന സമയത്ത് 8 ലക്ഷമോ 80 ലക്ഷമോ ഒക്കെ അതിൻ്റെ കണക്ക് വരുന്ന സമയത്ത് വരും. അത്രയും കോടികളാണ് ഒരു വർഷം ലോകത്ത് സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് ആളുകൾക്ക് നഷ്ടമാവുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു രാജ്യം എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. ഏകദേശം $4000 വെച്ചിട്ട് ഓരോ സിംഗപ്പൂർ പൗരനും ആവറേജ് ഈ സാമ്പത്തിക തട്ടിപ്പിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ഒന്നാമത് സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഒരുപാട് ജനസാന്ദ്രതയുള്ള കൺട്രിയാണ്. അത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടും കുറവല്ല. ഇന്ത്യയിലും ഏകദേശം കൃത്യമായിട്ട് കണക്ക് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ബില്യൺ കണക്കിന് പൈസ ഈ തട്ടിപ്പ് വഴി നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു വാർത്താ ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തട്ടിപ്പിൻ്റെങ്കിലും കഥ നമ്മൾ കാണാതിരിക്കില്ല. ഒരു പത്രം എടുത്ത് നോക്കിയാലും ഒരു ദിവസമാണെങ്കിൽ പോലും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്കാണെങ്കിലും നമ്മൾ ഒരു വാർത്താ ചാനൽ കാണുകയാണെങ്കിൽ ഒരു പോസ്റ്ററെങ്കിലും നമ്മൾ കാണാറുണ്ട് ഓൺലൈൻ തട്ടിപ്പ് വഴി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ കേസുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ്, ശരിക്കും ഞാനിവിടെ വന്ന സമയത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് ശരിക്കും ഞങ്ങൾ ടെൻഷൻ അടിച്ചു പോയ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അത് പൈസയായിട്ട് നേരിട്ട് അക്കൗണ്ടിൽ നിന്ന് പോയതായിരുന്നു. നമ്മൾ ഷാർജയിൽ താമസിക്കുന്ന സമയത്ത് തിരക്ക് പിടിച്ച ഒരു ATM കൗണ്ടറിൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്തു കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ രാത്രിയിൽ വീട്ടിലെത്തി കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഡോളേഴ്സായിട്ട് നൈജീരിയയിൽ നിന്നോ മറ്റോ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഇതെന്താ ഡോളേഴ്സിൻ്റെ എന്തോ മെസ്സേജ് ഇത് വരുന്നത്, അത് ബാങ്കിൽ നിന്നാണ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൻ്റെ ബാങ്കിൻ്റെ ഇതിൽ നിന്നാണ് വരുന്നത്. നോക്കിയപ്പോൾ ഡോളേഴ്സ്. അത് ചോദിച്ചിരുന്നെങ്കിൽ വീണ്ടും കുറച്ച് ഡോളേഴ്സ്, അതായത് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വന്നപ്പോൾ അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലാത്ത രീതിയിൽ ഫുൾ പൈസയും വിഡ്രോ ചെയ്തു. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ റൂമിൻ്റെ ചെക്കിൻ്റെ ഡേറ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ വെച്ചിരുന്ന പൈസയാണ് ഇവരെടുത്തുകൊണ്ട് പോയത്. പിറ്റേ ദിവസം ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ പണിയല്ലേ വരുന്നത്. ആകെ ടെൻഷനായി. ഞങ്ങൾ അപ്പം തന്നെ ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഫ്രോഡാണ്. അപ്പോൾ എന്തായിരുന്നു ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചു ATM വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇന്ന ATM കൗണ്ടറിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ കുറച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഇന്ന കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർഡ് ബ്ലോക്ക് ചെയ്തു, അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് എടുക്കാം, പക്ഷേ പൈസ ഇല്ല. അപ്പോഴത്തേക്ക് അവരത് എടുത്തു കഴിഞ്ഞു, അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമുക്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല. അക്കൗണ്ട് ഫ്രീസ് ആയിട്ടാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ അത് സോൾവ് ചെയ്തതെന്ന് വെച്ചാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ട്
നേരിട്ട് മറ്റേ റിയൽ എസ്റ്റേറ്റിൽ കൊണ്ട് കൊടുത്ത് അതാണ് ഡീൽ ചെയ്തത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് അവർ ഇതാക്കി റീഫണ്ട് ചെയ്ത് തന്നു, ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ KFCയുടെ പറഞ്ഞില്ലേ, അത് അങ്ങനത്തെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിയാണ്, അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞ പോലെ ഒരു 9 ദിർഹത്തിൻ്റെയോ 10 ദിർഹത്തിൻ്റെയോ ഒരു KFCയുടെ ഓഫർ കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെ പോകുന്നതിന് ശേഷം പിന്നെ അവർക്ക് KFCയും കിട്ടിയില്ല, കയ്യിലുണ്ടായിരുന്ന 50,000 ദിർഹം ക്രെഡിറ്റ് കാർഡിൽ വലിഞ്ഞങ്ങ് പോയി. അതായത് മാക്സിമം ലിമിറ്റിൽ വെച്ച് അത് നിൽക്കുന്നില്ല, 3,000 4,000 3,000 4,000 എന്നുള്ള രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് ബാങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്യുകയും അത് തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം OTP പോലും ഇല്ലാതെയാണ് ചില സമയത്തൊക്കെ പോകുന്നത്. OTP കൊടുക്കുന്ന സമയത്താണ് പിന്നീട് നമുക്കത് ക്യാഷ് കിട്ടാതെ ആവുന്നതെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കേട്ടൊരു അനുഭവമാണ് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഒരു ലിമിറ്റ്, ഇപ്പോൾ 50,000 ദിർഹംസിൻ്റെ അത്രയും വലിയ നമുക്ക് ആവശ്യങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എപ്പോഴും കുറച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഞാനതിങ്ങനെ നോക്കിയപ്പോൾ കണ്ടിരുന്നു. നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എപ്പോഴും ചെറിയ ലിമിറ്റാക്കി വെക്കുക. നമുക്ക് അഥവാ ഒരു വലിയൊരു ആവശ്യം വരികയാണെങ്കിൽ തന്നെ നമുക്ക് ബാങ്കിൽ വിളിച്ച് അപ്പം തന്നെ അത് അവർ ലിമിറ്റ് കൂട്ടിത്തരും. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അത് കാർഡ് സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലിമിറ്റ് നമുക്ക് എത്രയാണോ ഒരു ആവശ്യം വരിക എന്നുള്ളൊരു ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കണ്ടിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ കണക്ക് ഇങ്ങനെ കൂടുന്നത് എന്താ പറയുക, സ്വാഭാവികമാണ്. നമുക്ക് അത്രയും യൂസേഴ്സാണ് ഓൺലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നാട്ടിൽ ഫുള്ള് CCTV ക്യാമറ വന്നുകൊണ്ട് നേരിട്ടുള്ള മോഷണമൊക്കെ വല്ലാണ്ട് കുറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു ഡേഞ്ചർ ഇനി വരാൻ പോകുന്നൊരു സംഭവമുണ്ട്. കാരണം ഇപ്പം കാരണം നമ്മൾ ഇപ്പം ഇതുവരെ നടന്നതെല്ലാം നമ്മൾക്ക് അതൊരു അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 വ്യക്തികൾ തമ്മിലാണ് എന്നുള്ളതും നമ്മൾക്കൊരു പരിചയമില്ലാത്ത ആളുകളാണ് എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇനി വരാൻ പോകുന്നത്, ഇനി ഉള്ള കാലത്തുള്ളതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. തൻവീറിൻ്റെ ഫേസുള്ള ഒരാൾ എന്നെ വീഡിയോ കോൾ ചെയ്യാണ്, അല്ലെ തൻവീർ എന്നെ വീഡിയോ കോൾ ചെയ്യാണ്. തൻവീർ എന്നോട് പറയണടാ അത്യാവശ്യമായിട്ടൊരു 1000 ദിർഹം വേണം, ഞാൻ നാളെ നിനക്ക് ഓഫീസിലെത്തിയിട്ട് തരാമെന്ന് പറയുമ്പോൾ തൻവീറിൻ്റെ ശബ്ദത്തിൽ തൻവീറിനത് പോലെ ഒരു നമ്പറൊന്നും, അല്ലെങ്കിൽ ഒരുപക്ഷെ തൻവീറിൻ്റെ നമ്പറിൽ നിന്ന് തന്നെ ആയിരിക്കും വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ സംശയിക്കില്ല. അപ്പോൾ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത്യാവശ്യമല്ലേ, നമ്മളൊരു ഹോസ്പിറ്റൽ കേസാണെന്ന് പറയുന്ന സമയത്ത് വേറെ നോക്കില്ല, എടുത്തിട്ട് അങ്ങ് പിന്നെ ആയിരിക്കും വിളിക്കാൻ പോലും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാഷ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് വ്യക്തിബന്ധത്തിൽ വരെ പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യത ഭാവിയിലുണ്ട്. കാരണം ഒരേ മുഖം, ഒരേ രീതി, ഒരേ രൂപത്തിൽ അതേപോലെ സംസാരിക്കുന്ന ആളുകൾ, ആ രീതിയിലുള്ള AI സംവിധാനം വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് നോക്കിയ സമയത്ത് കണ്ടിരുന്നു, ഫ്രോഡ് GPT എന്ന് പറയുന്ന ചില സംവിധാനങ്ങൾ വരെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഫ്രോഡ് അവരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് എത്രത്തോളം പറയാൻ അറിയില്ല അതിൻ്റെ സംവിധാനം എന്താണെന്നുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനം വരെ ഈ ഒരു സൈബർ കുറ്റവാളികൾ, സൈബർ ക്രൈം ചെയ്യുന്ന ആളുകൾ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാളെ ഒരു സമയത്ത് ഇതുപോലെ പൈസയ്ക്ക് ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടി പ്രത്യേക ഒരു കൊമ്പോ ഹെയർ ബാൻഡ് എന്തെങ്കിലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് റിയൽ ഞാനുള്ളൂ, ബാക്കിയുള്ളത് റിയൽ ഞാനല്ല. അതെ, അല്ല ഇപ്പോൾ ഈ കാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ രംഗത്തുള്ള എക്സ്പേർട്സ് ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ലിമിറ്റ് കുറക്കാമെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നത്, ഓൺലൈൻ നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കാർഡുകളുണ്ടല്ലോ, അതിന് ഒരു ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഡെബിറ്റ് കാർഡ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സബ്സിഡി ആയിട്ടുള്ള മറ്റൊരു അക്കൗണ്ട് കൂടി എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് പൈസ ഇട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതേപോലെ പരമാവധി ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്ര ഒരു ലിമിറ്റുള്ള അത് ഇല്ലാത്തൊരു എങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയാം. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പോകും അല്ല പരമാവധി. അതെ പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ട് വെക്കുക, ആ അക്കൗണ്ടിലുള്ള കാർഡ് മാത്രമേ ഞാൻ ഓൺലൈൻ ഇതിൽ ഉപയോഗിക്കൂ. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ പരിചയത്തിലുള്ള കുറേ പേർക്ക് ഞാൻ ആ വെബ്സൈറ്റിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ നിയമപ്രശ്നമാവുണ്ടെന്നുള്ള പറയുന്നില്ല, അവർ പറഞ്ഞത് ഒരു ഇതും ഇല്ലാണ്ട് പൈസ പോയ 2-3 കേസുകളുണ്ട്. അതായത് അവരൊന്നും ചെയ്തിട്ടില്ല, പൈസ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കോമൺ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചെങ്കിൽ 1 മാസം 2 മാസത്തിൻ്റെ ഇടയിൽ അവർ ഒരു ഭയങ്കര ഓഫർ നൽകുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് അവർ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി നമുക്കറിയില്ല, അവർ ഇത്രയും ഓഫറിലൊക്കെ സാധനം വെക്കുമ്പോൾ നമ്മൾ ആവേശത്തിൽ പോയി വാങ്ങിക്കും. പക്ഷേ മേ ബി നമ്മൾ അത്രയും അവിടെ നമ്മുടെ ഡേറ്റ അവർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്, അത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. മറ്റൊരു സംഭവമാണ്, പിന്നെ പല ഗവൺമെൻറ് വെബ്സൈറ്റുകൾ, ഇപ്പോൾ UAE സംബന്ധിച്ച് പല ഗവൺമെൻറ് വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ GDRF, പിന്നെ സാലിക്കിൻ്റെ വെബ്സൈറ്റുകൾ, ഗവൺമെൻറ് നോയൽ കാർഡിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ RTIയുടെ വെബ്സൈറ്റുകൾ, ഇതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ, അത് ചെറിയ വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ലാതെ എക്സാക്റ്റ് പോലെയുള്ള
ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. കാരണം അതിൽ നോക്കുന്ന സമയത്ത് നമ്മൾ .com എന്നുള്ളിടത്ത് .gov URL കൃത്യമായി നോക്കും. .ae എനിക്ക് ഇതുപോലെ ഒരു സംഭവം കണ്ടിരുന്നു. ഒരു ഹണിയുടെ, ഇപ്പോൾ ഈ പറഞ്ഞ 9 ദിർഹം 10 ദിർഹത്തിന് ഉണ്ടായിരുന്നല്ലോ, UAE ഹണിയോ ഹത്ത ഹണിയോ അവരുടെ ഓഫറാണ് 9 ദിർഹത്തിന്. ഞാൻ സൈറ്റിൽ നോക്കുന്ന സമയത്ത് ഒരു വ്യത്യാസമില്ല, എക്സാക്റ്റ് എങ്ങനെയാണോ അവരുടെ സൈറ്റുള്ളത് അതേപോലെ, അത് ഒറിജിനൽ തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പം ഉള്ളിലേക്കൊന്ന് നെക്കിയ സമയത്ത്, അടച്ച് കയറിയ സമയത്ത് കുറച്ചും കൂടെ ഒരു ചെറിയൊരു സ്ട്രൈറ്റ് ഒരു ഡൗട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആ ലിങ്കിൽ നിന്ന് മാറിയിട്ട് ഡയറക്റ്റ് പോയിട്ട് അവരുടെ സൈറ്റ് ഒന്ന് തുറന്നു നോക്കി. ആ സമയത്ത് അതിൽ ഇങ്ങനത്തെ ഒരു ഓഫറേ ഇല്ല. അതിൽ ഓഫറുണ്ട് 10% എങ്ങനെയാണുള്ളത്. കാരണം നമ്മൾക്കത് മനസ്സിലാക്കി, നമ്മൾ ചോറ് തിന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം 100 രൂപയുടെ ഒരു സാധനം 9 ദിർഹത്തിന് ഒരു ബ്രാൻഡഡ് സാധനം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കത് ആലോചിച്ചാൽ മനസ്സിലാവും, ഒന്നെങ്കിൽ ഈ സാധനത്തിന് പ്രൊഡക്റ്റിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകൾ ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയച്ചു, ഈ ഹണി കമ്പനിക്ക് മെസ്സേജ് അയച്ചു. പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവർക്ക് മെസ്സേജ് അയച്ചു. അവർ മെസ്സേജ് പറഞ്ഞു അത് ഫേക്കാണ്, അങ്ങനെ സംഭവമില്ല എന്ന് പറഞ്ഞു. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു, പ്ലീസ് ഇത് ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു. പിന്നീട് ആ സൈറ്റ് വന്നിട്ടില്ല, എൻ്റെ ഫീൽഡിലേക്ക് എന്തായാലും വന്നിട്ടില്ല. യെസ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്കും കൂടി സിമിലർ എക്സ്പീരിയൻസ് വരുമ്പോൾ അതൊരു സഹായമാകും. ഒരിക്കലും നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മളെ സമ്പന്നരാക്കാനൊന്നും ആരും നമ്മളെടുത്ത് വരില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. അത്തരത്തിൽ ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ള ഒരു ഓഫറൊക്കെ കാണുമ്പോൾ ഒന്ന് സംശയിക്കുക, അതുപോലെ തന്നെ അതിൽ തട്ടിപ്പ് തെറ്റില്ല. നടന്നു അറിയുമ്പോൾ തന്നെ ബാങ്കിനെ വിളിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യിക്കുക, അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കുക. അതൊക്കെ ചെയ്തില്ലെങ്കിൽ ഉള്ളതും കൂടെ പോയി കിട്ടും. അപ്പോൾ എന്തായാലും സേഫായിട്ടിരിക്കുക ഓൺലൈനിൽ. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.